ശ്രീ സന്തോഷ് പാലോട്, അങ്ങനെ നോക്കുമ്പോൾ ലീഗായി കഴിഞ്ഞാലും മറ്റേത് സംഘടനയായി കഴിഞ്ഞാലും അത് ഇടതായാലും വലതായി കഴിഞ്ഞാലും അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. അത് സമുദായത്തിന് വേണ്ടിയാണ്, അത് മതത്തിന് വേണ്ടിയാണ്. കെ എം ഷാജി പറഞ്ഞു വെച്ചതും അക്കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് SNDP നേതാവ് ഇങ്ങനെ കയ്യോയിൽ ഒഴിക്കുകയാണെങ്കിൽ ഈ കെ എം ഷാജിയുടെ മുഖത്താണ് അത് ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞു വെച്ചത്, അല്ലേ? ആദ്യം ഈ ചർച്ചയിൽ എന്തുകൊണ്ട് മുസ്ലിം ലീഗിലെ പ്രതിനിധികൾ വന്നില്ല എന്നൊരു ചോദ്യം എനിക്കുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ ജലീൽ ഒരു ചില കാര്യത്തിൽ സത്യം പറഞ്ഞു എന്നുള്ളതാണ്. കാരണം വെള്ളാപ്പള്ളി വെല്ലുവിളിച്ചതിന് അല്ലെങ്കിൽ കണക്ക് സഹിതം നിരത്താം എന്ന് പറഞ്ഞപ്പോൾ അതിന് ജലീൽ ഇപ്പോൾ പറഞ്ഞെന്താ, അങ്ങനെ കുഴിയിൽ പോയി വീഴാൻ ആരെങ്കിലും നിൽക്കുമോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചോദിക്കുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ മതമാണ് പ്രശ്നം എന്ന് ഷാജി പറയുമ്പോൾ അത് ഒരു പ്രാവശ്യമല്ല, നിരവധി പ്രാവശ്യം. എന്തുകൊണ്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികൾ CPM ഉം കോൺഗ്രസും ഒന്നും മറുപടി പറയുന്നില്ല? ഇവിടെ മതമാണോ പ്രശ്നം? നമ്മുടെ നാട് മതമാണോ പ്രശ്നം? നമ്മുടെ രാജ്യം നിലനിൽപ്പിൻ്റെ പ്രശ്നം, നമ്മുടെ വികസനത്തിൻ്റെ പ്രശ്നം, ജനങ്ങളുടെ ക്ഷേമം, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വളരുന്ന ഇന്ത്യ, നമ്മുടെ കേരളം അതിൻ്റെ ഭാഗമാകണ്ടേ? അപ്പോൾ മതം എന്ന് പറഞ്ഞാൽ അധികാരത്തിന് വേണ്ടിയുള്ള കുറുക്കു വഴിയാണ്. മുസ്ലിം ലീഗിനെ ഏതെങ്കിലും മുസ്ലിം ഈ നേതാക്കൾക്കെതിരെ പറയുവാൻ അല്ലെങ്കിൽ തെറ്റായ പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ അഭിപ്രായം പറയുവാൻ ഇവിടെ തയ്യാറുണ്ടോ? അതെന്തുകൊണ്ടാണ്? CPM-നും മുസ്ലിം ലീഗിൻ്റെ വോട്ട് കിട്ടണം, മുസ്ലിങ്ങൾ വോട്ട് കിട്ടണം, കോൺഗ്രസിന് വോട്ട് കിട്ടണം. എന്നാൽ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനികളുടെയും അതുപോലെ എല്ലാ ജാതി മത വിശ്വാസങ്ങളുടെയും വോട്ടുകൾ ആവശ്യമുണ്ട്. അവരുടെ ക്ഷേമമാണ് ഞങ്ങളുടെ ലക്ഷ്യം, അവരുടെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം, അവരുടെ വളർച്ചയാണ്, അവരുടെ പുരോഗതിയാണ്. അവർക്ക് വിദ്യാഭ്യാസം കിട്ടണം. ഇപ്പോൾ ഒരു ജില്ലയിൽ ഏതെങ്കിലും സമുദായത്തിന് ആ സമുദായത്തിന് അർഹമായ രീതിയിൽ അഡ്മിഷനോ മറ്റോ സാധനം കിട്ടുന്നില്ല എങ്കിൽ ആ സമുദായം പറയണ്ടേ? ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞെന്താ, മലപ്പുറവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെയുള്ള ഈ സമുദായങ്ങൾക്ക് ചിലപ്പോൾ അർഹമായ രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടാത്ത ഒരു സാഹചര്യത്തിലായിരിക്കാം പറഞ്ഞത്. അങ്ങനെ ആയിരിക്കാം പറഞ്ഞത്. അതങ്ങനെ ഉണ്ടെങ്കിൽ എന്താ പറയേണ്ടത്? മുസ്ലിം ലീഗിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയേണ്ടത് UDF ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് പരിശോധിക്കും, അർഹമായ രീതിയിൽ ഈഴവ സമുദായത്തിന് പരിഗണന കിട്ടുന്നില്ല എങ്കിൽ ഞങ്ങളത് പരിശോധിക്കുമെന്ന് പറയുന്നതിന് പകരം വെല്ലുവിളിക്കുകയും മോശമായ പരാമർശം നടത്തുകയാണോ സുരേഷ് വേണ്ടത്? നമ്മളെ നാട്ടിൽ ഇതെല്ലാം നമ്മൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഓരോ സമയങ്ങളിലും ഈ രണ്ട് മുന്നണികളും എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ ഓരോ പ്രാവശ്യം കാണുന്നില്ലേ? എന്തുകൊണ്ടത് ഉണ്ടാകുന്നു? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്കറിയാം, കേരളത്തിലല്ലേ എവിടെ ഉണ്ടാകുന്ന വർഗീയ കലാപങ്ങൾക്കും അതിൻ്റെ പിന്നിൽ BJP ആണ് സംഘപരിവാർ വരുത്തുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാം സുരേഷ്. ഞാൻ LDFൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ UP 36 വയസ്സുള്ള ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. ഉടൻ തന്നെ അത് മുസ്ലിം യുവാവായിരുന്നു. ഉടൻ തന്നെ അതിന് പ്രശ്നമുണ്ടാക്കി. അത് RSSകാർ കൊന്നതാണെന്ന് പറഞ്ഞൊരു മതേതര സദസ്സ് നടത്തി. ഞാനും പങ്കെടുത്തു. വൈകുന്നേരം ചാനൽ ചർച്ചയിൽ പങ്കെടുത്തു. ഞാൻ തന്നെ പറഞ്ഞു RSS കൊന്നും BJP ആണ്, സംഘപരിവാറാണ് അതിൻ്റെ പിന്നിലെന്ന്. 5 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ, ഒരു പത്രക്കാരൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഭയങ്കര മോശമായിപ്പോയി. ആ മരണപ്പെട്ടു എന്ന് പറയുന്ന ആൾ എന്ന് പറഞ്ഞാൽ 5 ക്രിമിനൽ കേസിൽ പ്രതിയും ഒരു സ്ഥലത്ത് മോഷണത്തിന് പോയപ്പോൾ ആളുകൾ ഓടിച്ചപ്പോൾ അയാൾ വീണു മരിച്ചു, തലയടിച്ചു മരിച്ചു. ഉടൻ തന്നെ ഇവിടെ എന്തായി? ഇവിടെ മതേതര സദസ്സായി. നമ്മളിപ്പോൾ തന്നെ നമുക്കറിയാം കേരളത്തിലെ സ്ഥിതി. 1971 തലശ്ശേരി കലാപത്തിന് ശ്രീ സന്തോഷ് പാലോട്, അവിടെയാണ് രാംകുമാർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അതായത് ഇവിടെ ബംഗ്ലാദേശിൽ ഹൈന്ദവ സമുദായത്തിലെ യുവാക്കളെ അതിക്രൂരമായി കൊല്ലുന്നു. പക്ഷേ ഇവിടെ പോയി ഇത്തരത്തിലുള്ള മതേതര സദസ്സ് നമ്മുടെ ഇടത് വലത് രാഷ്ട്രീയ നേതൃത്വം, നമ്മുടെ സാംസ്കാരിക നായകന്മാർ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ആ ഒരു ചോദ്യവും പ്രസക്തമാവുകയാണിപ്പോൾ. വളരെ പ്രസക്തമാണ്. മാത്രമല്ല, പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വിഷയങ്ങളിൽ പാലസ്തീനിൽ ഒരു കുട്ടി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെയുള്ള കോൺഗ്രസ്, ഇവിടെ CPM-കാർക്ക് ഭയങ്കരമായിട്ട് വേദന വരും. ഇസ്രായേലിൽ ഒരു കുട്ടി മരണപ്പെട്ടാൽ വരത്തില്ല. അതെന്താ കാര്യം? എന്നാൽ ഏറ്റവും അധികം നമ്മളെ ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യം ഇസ്രായേലല്ലേ? അവിടെയാണ് ഈ CPM-ൻ്റെ നിലപാട് കാണേണ്ടത്. ഏതെല്ലാം സാഹചര്യങ്ങളിൽ CPM അങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്? അവിടെയല്ല എന്താ വേണ്ടത്? അവിടെയാണ് BJP പറഞ്ഞത്, ഒരു ക്രിസ്ത്യൻ കുട്ടിയായാലും ഒരു മുസ്ലിം കുട്ടിയായാലും നമ്പൂതിരി ആയാലും നായരായാലും ഈഴവയായാലും ഏതായാലും ശരി, അങ്ങനെയുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകൾ എടുക്കണം. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നമ്മൾ ലോകരാജ്യങ്ങളിൽ BJP-യുടെ നേതാക്കൾ എടുക്കുന്ന, പ്രധാനമന്ത്രി എടുക്കുന്ന നിലപാടെന്താ? എന്തുകൊണ്ട് ഇസ്ലാം രാഷ്ട്രങ്ങളിൽ പോകുമ്പോൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു, ആശ്ലേഷിക്കുന്നു? സൗദിയിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടില്ല. എന്തുകൊണ്ട്? ലോകത്തിലെ എല്ലാ മതങ്ങളിലും ജാതികളിലും ഒക്കെ വ്യത്യസ്തമായ സംസ്കാരങ്ങളുണ്ട്.
അതെല്ലാം കൂടെ കോർത്തിണക്കുന്ന ഒരു സംസ്കാരമാണ് ലോകത്തിനുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് സ്വീകരിച്ചെന്താ, ഓരോ സംസ്ഥാനങ്ങളിലെയും വർഗീയ കക്ഷികളെയും ജാതിയെയും സമുദായങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് അവരെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്തുകൊണ്ട് അധികാരത്തിലേക്ക് എത്താൻ ശ്രമം നടക്കും. അതാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ BJP എന്താ ചെയ്തത്? ആ സമുദായങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ചു. ആ സമുദായം മതപരമായിട്ടായാലും ശരി, ജാതീയപരമായിട്ടായാലും ശരി, അവർ നേരിടുന്ന വിഷയങ്ങളെക്കുറിച്ച് പഠിച്ചു. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് സുരക്ഷിതം കൊടുക്കണം, അവർക്ക് വെള്ളം കൊടുക്കണം, അവർക്ക് വീട് കൊടുക്കണം, അവർക്ക് ചികിത്സാ സൗകര്യം കൊടുക്കണം. എല്ലാ സൗകര്യങ്ങളും അവിടെ ഓരോ സംസ്ഥാനങ്ങളിലും കൊടുത്തത് കൊണ്ട് എന്ത് ചെയ്തു? ജനങ്ങൾ BJPയോടൊപ്പം നിൽക്കുന്നു. അവിടെയാണ് കോൺഗ്രസ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഏകാധിപതി ആരാ? ഇന്ത്യയിൽ ഏറ്റവും വലിയ ഏകാധിപതി ജവഹർലാൽ നെഹ്റു ആയിരുന്നു, അല്ലേ? ആ ഏകാധിപത്യമല്ലേ ഇന്നും കോൺഗ്രസിൽ നിൽക്കുന്നത്? എങ്ങനെ സാധാരണ ജനങ്ങളുടെ വിഷയങ്ങൾക്ക് ഇടപെടാൻ കഴിയും? അതുകൊണ്ട് ഒരു സംശയം വേണ്ട, BJP എടുക്കുന്ന രാഷ്ട്രീയം, അത് വെള്ളാപ്പള്ളി ആയാലും ശരി, അതുപോലെ NSS ആയാലും ശരി, അതുപോലെ KPMS ആയാലും ശരി, എല്ലാ ജാതി സമുദായങ്ങളെയും ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഓരോ പ്രദേശങ്ങളിലും വരുന്ന സാമുദായിക സംഘടനകളുടെ വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി BJPയുടെ സംസ്ഥാന തലത്തിൽ സമിതികളുണ്ട്. അത് ന്യൂനപക്ഷങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അവർ അനുഭവിക്കുന്ന വിഷയങ്ങൾ എന്താണെന്നും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നു. എല്ലാ ജാതി സമുദായങ്ങളെയും ഒരാളെയും മാറ്റി നിർത്തുന്നില്ല. ഭൂരിപക്ഷമാണോ ന്യൂനപക്ഷമാണോ എന്നുള്ളതല്ല. ഈ രണ്ട് മുന്നണികളും ഭൂരിപക്ഷത്തെ ന്യൂനപക്ഷ വർഗീയതയെ ഒരേപോലെ താലോലിക്കുമ്പോൾ BJP ചെയ്യുന്ന എന്താ? ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയുള്ള തലോടലാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, ഈ തിരുവനന്തപുരത്ത് തന്നെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത്, സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശാലമായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് BJP എല്ലാവരെയും കോർത്തിണക്കി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിന് വിരുദ്ധമായി എന്താ CPM കോൺഗ്രസും പറയുന്നത്? എന്തുകൊണ്ട്? ഞാൻ ആദ്യമേ ചോദിച്ചല്ലോ, ഇവിടെ മതപരമായ വാക്കുകൾ മതസംഘടനകളുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ ആ മതസംഘടനയുടെ നേതാക്കൾക്ക് ഉപരിയായി മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ആരെല്ലാം എന്തെല്ലാം പരാമർശം വന്നിട്ടുണ്ട്? CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി എത്ര പ്രാവശ്യം മറ്റ് സമുദായങ്ങൾ ആക്ഷേപിച്ചിട്ടുണ്ട്? എന്തുകൊണ്ട് മുസ്ലിം ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ മിണ്ടുന്നില്ല? അവിടെയാണ് പ്രധാനമായി ഞാൻ പറഞ്ഞത്, ആദർശവും ദർശനങ്ങളും മുദ്രാവാക്യങ്ങളും വികസനവുമല്ല, അധികാരത്തിന്റെ അന്തഃപുരങ്ങളിൽ അടയിരിക്കുന്നതിന് വേണ്ടി. അത് തന്നെയാണ് ശ്രീ ജലീൽ പുനലൂർ. അദ്ദേഹത്തിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം എന്തുകൊണ്ട് ഈ KM ഷാജി ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ ഒരു പ്രതികരണവും ഉണ്ടാകുന്നില്ല? പേരിന് ഒന്നോ രണ്ടോ പേർ പറഞ്ഞു വെക്കുന്നു മാത്രം. അവിടെ LDFന്റെ നേതാക്കൾ രംഗത്ത് വരുന്നില്ല, INL രംഗത്ത് വരുന്നില്ല, മറ്റ് ഘടകകക്ഷികൾ രംഗത്ത് വരുന്നില്ല, കോൺഗ്രസിന്റെ ആൾക്കാർ ഒരു പ്രതിഷേധ സ്വരം ഉയർത്തുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സാമുദായിക സംഘടനാ നേതാക്കൾ, വെള്ളാപ്പള്ളിയെ പോലുള്ളവർ, അദ്ദേഹം ഒരു മതത്തെയും ആക്ഷേപിച്ചിട്ടില്ല. ശ്രീ രാംകുമാർ പറഞ്ഞു വെച്ചത് വാസ്തവമാണ്. ഇങ്ങനെ തങ്ങൾക്ക് അവകാശപ്പെട്ടത് ലഭിച്ചില്ല എന്നുള്ള പരാതിയാണ്, പരിഭവമാണ് പറഞ്ഞത്. അപ്പോൾ ഈ കൂട്ടം ചേർന്നുള്ള ആക്രമണം എന്തിന്? ആ ഒരു ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. അല്ല, ഇതിനൊക്കെ കൃത്യമായ മറുപടി പറയേണ്ടത് ഇവിടെ ലീഗിന്റെ പ്രതിനിധിയായിട്ട് വന്നുവെന്ന് ഞാൻ സംശയിക്കുന്ന അഡ്വക്കേറ്റ് K രാംകുമാർ സാറാണ്. ഞാൻ നാഷണൽ ലീഗുകാരനാ. ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, കഴിഞ്ഞ 30-32 വർഷക്കാലമായിട്ട് ഈ KM ഷാജിയെ പോലെയുള്ള വർഗീയ ശക്തികൾക്കും വർഗീയ പ്രചാരകർക്കും എതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇപ്പുറത്ത് വന്നിട്ടുള്ള ആളിൽപ്പെട്ടവരാ ഞങ്ങൾ. അധികാര രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് പാണക്കാട് തങ്ങൾ മഹാനാണെന്നും കുഞ്ഞാലിക്കുട്ടി മഹാനാണെന്നും ആവർത്തിച്ചു പറയുന്ന രാംകുമാർ സാർ ലീഗിനെ എത്രത്തോളം വെള്ളപൂശാൻ ശ്രമിക്കുന്നുവെന്ന് ഈ ചാനൽ ചർച്ച കാണുന്നവർക്ക് മനസ്സിലാവും. ഇവിടെ ഇടതുപക്ഷ നേതാക്കൾ ആരെങ്കിലും KM ഷാജിയുടെ ആ വാക്കുകളെ അത്രത്തോളം രൂക്ഷമായ ഭാഷയിൽ എതിർത്തിട്ടുണ്ടോ? എല്ലാ നേതാക്കളും എതിർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ, KM ഷാജിക്കെതിരായിട്ട് ഇത്രത്തോളം വേട്ടയാടി സുരേഷ്, ഒരു ചോദ്യം സന്തോഷ് പാലോട് കേൾക്കാം. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അതായത് ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളി പറഞ്ഞ ഒരു വിഷയത്തിൽ അദ്ദേഹം കണക്ക് സഹിതം പരസ്യമായി പറയുവാൻ സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ ജലീലിന്റെ പാർട്ടിയോ തയ്യാറുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ഈഴവനും നായരും മുസ്ലിമും സുന്നിയും ക്രിസ്ത്യാനിയുമല്ല,
കേരളത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ നടത്തിയിട്ടുള്ള ചരിത്രപരമായ വികസനത്തെ സംബന്ധിച്ച്, മുന്നേറ്റത്തെ സംബന്ധിച്ച് താങ്കൾ പറയുന്ന ഏത് വേദിയിലും വാദത്തിനോ സംവാദത്തിനോ വരാൻ ഞാൻ ഒരുക്കുവാണ്. ജലീൽ പുനലൂർ അദ്ദേഹം പറഞ്ഞത് വെള്ളാപ്പള്ളിയാണ് പറഞ്ഞത് സംവാദത്തിന് തയ്യാർ, കണക്കുകൾ ഞാൻ നൽകാം. പക്ഷെ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അതാണ് ഞാൻ പറഞ്ഞത്. അതിന് മറുപടി പറയേണ്ടത് പാണക്കാട് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും ലീഗിനെയും പർവ്വതീകരിച്ച് പുകഴ്ത്തുന്ന രാംകുമാർ സാറിനെ പോലെയുള്ള ആളുകളാണ് ആ സംവാദത്തിന് വേദി ഒരുക്കേണ്ടത്, ഞങ്ങളല്ല. ലീഗ് മുസ്ലിം ലീഗിന്റെ വക്താവല്ല, ഞാൻ ചോദ്യം മുസ്ലിങ്ങൾക്ക് ചെയ്തിട്ടില്ല, ഞാൻ സംവാദത്തിന് തയ്യാറാണ്. മുസ്ലിങ്ങൾക്ക് വേണ്ടി ലീഗ് എന്ത് ചെയ്തു എന്ന് താങ്കൾ ലീഗുകാരെ പറയൂ. അതിനേക്കാൾ വലിയ പരാതി ഞങ്ങൾക്ക് മുസ്ലിം സമുദായത്തിനുണ്ട് ലീഗിനെ സംബന്ധിച്ച്. വെള്ളാപ്പള്ളി പറഞ്ഞത് സുഹൃത്തെ, വെള്ളാപ്പള്ളി പറഞ്ഞതിന് മറുപടി പറയേണ്ടത് മുസ്ലിം ലീഗ് തന്നെയാണ്, സമ്മതിച്ചു. പക്ഷെ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ താങ്കൾ അഭിപ്രായം പറയൂ. ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ താങ്കൾ അഭിപ്രായം പറയൂ. ഞാനതിന് ലീഗിന്റെ വക്താവല്ല. വെള്ളാപ്പള്ളി നടേശൻ ഈഴവരോട് എന്ത് നീതി കാട്ടി എന്നൊരു സംവാദത്തിന് തയ്യാറുണ്ടോ? തന്റെ 90-85 വയസ്സായല്ലോ. എന്താ ഗുരുദേവൻ പറഞ്ഞ മദ്യം വിൽക്കരെന്ന് പറഞ്ഞ ഏറ്റവും വലിയ കള്ളുകച്ചവടക്കാരനാണ് അദ്ദേഹത്തിന്റെ ഏത് സ്ഥാപനത്തിലാണ് കോഴ വാങ്ങാത്തത്? എന്നിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ ഈഴവനെയും നായരെയും മുസ്ലിങ്ങളെയും അല്ല, അത് കേവലം ആരോപണങ്ങൾ മാത്രമല്ലേ ശ്രീ ജലീൽ പുനലൂർ? താങ്കളെ പോലുള്ളവർ അത് ഉന്നയിക്കുകയാണ്, അതിന് തെളിവില്ലല്ലോ. അത് താങ്കളുടെ കയ്യിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്കെതിരെ എന്തെല്ലാം ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്? മറുപടി പറയൂ. താങ്കളല്ല, ഹിന്ദു മുന്നണിയുടെ പ്രതിനിധി പോലും വന്നുകൊണ്ട് ലീഗിന് മാർക്കിടാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ഇന്ന് തുടങ്ങിയതല്ല. 91 അദ്ദേഹം പുകഴ്ത്തിയ ശിഹാബ് തങ്ങൾ ബേപ്പൂർ മണ്ഡലത്തിൽ വോട്ട് ചോദിച്ചത് മാധവൻകുട്ടി എന്ന് പറയുന്ന RSSകാരനാണ്. വടകരയിൽ അദ്ദേഹം പാലക്കാട് തങ്ങൾ പോയി വോട്ട് ചോദിച്ചത് ഈ രക്നാഥ് സിംഗ് എന്ന് പറയുന്ന പക്ക RSSകാരനാണ്. അഡ്വക്കേറ്റ് രാംകുമാർ സാറിന്റെ സുഹൃത്തായിരുന്നു. അന്ന് തുടങ്ങിയ ബാന്ധവ. നാഷണൽ ലീഗ് എന്തുകൊണ്ട് LDFന്റെ കൂടെ നിൽക്കുന്നു? നാഷണൽ ലീഗ് എന്തുകൊണ്ട് LDFന്റെ കൂടെ നിൽക്കുന്നു? നാഷണൽ ലീഗ് എന്തുകൊണ്ട് LDFന്റെ കൂടെ നിൽക്കുന്നു? നാഷണൽ ലീഗിനെ UDFിൽ എടുക്കോ? ചോദ്യം പറയും. എന്തുകൊണ്ട്? ഏത് ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടാണ് നാഷണൽ ലീഗ് LDF? 4 മന്ത്രിമാരെയും ഒരു ചീഫ് വിപ്പിനെയും വിട്ടെറിഞ്ഞുകൊണ്ട് എന്താണ് നിങ്ങളുടെ നിലപാട്? RSSനെ പോലെയുള്ള സംഘപരിവാറിനെ പോലെയുള്ള വർഗീയ ഫാസിസത്തിനെതിരായിട്ട് ഈ രാജ്യത്ത് കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനം ഇടതുപക്ഷമാണ്. പോരായ്മകൾ കണ്ടേക്കാം. പിന്നെ രാംകുമാർ സാർ വർഗീയവാദത്തിന്റെ വിത്ത് പാകുന്നതാരാ? സുഹൃത്തെ, കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദത്തിന്റെ വിത്ത് പാകുന്നതാരാ? CPM അല്ലേ? കേരളത്തിലെ ഭരണത്തിൽ നേതൃത്വം കൊടുക്കുന്നവരല്ലേ? ഇസ്ലാമി പോലുള്ള പറഞ്ഞിട്ടില്ല, സമയമില്ല, പറയാമെങ്കിൽ അവസരം നഷ്ടപ്പെടുത്തുകയാണ്. താങ്കൾ ബോധപൂർവം ലീഗിന് സപ്പോർട്ട് ചെയ്യുകയാണ്. BJP-കാരൻ വന്നിരുന്നുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നത് ലീഗ് അടക്കമുള്ള മാടമ്പികൾക്കെതിരാ, ഈ നാട്ടിലെ സാമുദായിക മാടമ്പികൾക്കെതിരെയാണ്. അല്ലാതെ ഈ നാട്ടിലെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങളുടെ PS ശ്രീധരൻ പിള്ള പാണക്കാട് കുടുംബത്തിലെ ഏറ്റവും വലിയ സന്ദർശകരാണ്. എന്റെ ജീവിതത്തിൽ രാംകുമാർ സാർ പറഞ്ഞതുപോലെ മുസ്ലിം സമുദായത്തിലും മുസ്ലിം ലീഗിലും സൗമ്യരുണ്ട്, തീവ്ര വർഗീയത പറയുന്നവരുണ്ട്. അത് എന്നാണ് രാംകുമാർ സാർ പറഞ്ഞത്. എൻ്റെ അതേ അഭിപ്രായം, ഞാനും അതേ അഭിപ്രായക്കാരനാ. ഇവിടെ നിലപാട് പറയുമ്പോൾ അത് LDFന്റെ ഭാഗമായി നിൽക്കുന്ന നിങ്ങൾ. അല്ലല്ല, എന്റെ അഭിപ്രായം അതല്ല. മതത്തെയും മതചിഹ്നങ്ങളെയും മതദർശനങ്ങളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് സാധാരണക്കാരായ വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അധികാര കേന്ദ്രങ്ങളിൽ എത്താൻ ശ്രമിക്കുന്ന 2 പാർട്ടികളാണ്. ഒന്ന് നിങ്ങളുടെ BJP-യും അതിന്റെ മറ്റൊരു പതിപ്പായ മുസ്ലിം ലീഗും. അതാണ് നിങ്ങൾ തങ്ങൾ ഒക്കെ ചങ്ങായിമാരാ. രാംകുമാർ സാറേ, പച്ചക്കൊടി ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ല. താങ്കളുടെ ലീഗിന്റെ ചിഹ്നമായ കോടിയും ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമല്ല. എന്റെ പൊന്നു സാറേ, ചോദ്യം പിടിക്കട്ടെ, ഞാനൊന്ന് പറയട്ടെ. ഹിന്ദുക്കൾക്ക് വേണ്ടിയും മുസ്ലിങ്ങൾക്ക് വേണ്ടിയും
ക്രിസ്ത്യാനികൾ അല്ലല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? ശ്രീ സന്തോഷ് ഞാനൊരു പാലോടിനെ ചോദ്യം ചോദിക്കട്ടെ? ഈ ഒരു ഘട്ടത്തിൽ ഒരു സുരേഷ്, ഞാൻ ചോദ്യം അദ്ദേഹത്തിനോട് താങ്കളുടെ ചോദ്യം ഉത്തരത്തിന് ഒരു ചോദിച്ചോട്ടെ? ചോദ്യം ചോദിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യം തീരില്ല. അദ്ദേഹത്തിന്റെ ചോദ്യം തീരില്ല. അതായത് എന്റെ പേര് അല്ല, ഞാൻ പറഞ്ഞോട്ടെ ജലീൽ ഞാൻ പറയുന്ന ഒരു മിനിറ്റ് ജലീൽ ഒരു മിനിറ്റ്. ഞാൻ അദ്ദേഹത്തിന് ചോദിക്കുന്ന ചോദ്യം, എൻ്റെ പേര് സന്തോഷം എന്നാണ്. ഞാൻ പൊന്നാനി പോയി സുന്നത്ത് നടത്തി 5 നേരം നമസ്കരിച്ചാൽ എൻ്റെ പേര് അബൂബക്കറാണ്. ചർച്ചിൽ പോയി കുർബാന നടത്തിയത് എൻ്റെ പേര് ക്രിസ്തുദാസാണ്. നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അപ്പോൾ ഒരു സമുദായത്തിൻ്റെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള വാദങ്ങൾ വയ്ക്കുമ്പോൾ ഈ മതം സംസ്കാരമാണെന്നും മനുഷ്യനാൽ ഉണ്ടാക്കപ്പെട്ടതാണെന്നും മതം വികസനത്തിന് വേണ്ടിയിട്ടാണെന്നും ക്ഷേമത്തിന് വേണ്ടിയിട്ടാണെന്നും സംസ്കാരത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മതത്തിൻ്റെ പേരിലല്ല നമ്മളിവിടെ സംസാരിക്കേണ്ടത്. ഇവിടെ മനുഷ്യത്വത്തിൻ്റെ ഭാഗമായി സംസാരിക്കുക, വികസനത്തിൻ്റെ ഭാഗമായി സംസാരിക്കുക. അദ്ദേഹം ചോദിച്ചത് വെള്ളാപ്പള്ളി പറഞ്ഞതും ആ ഒരു ശരി തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു മതസംഘടനയുടെ നേതാവാണ്, ഒരു ജാതിസംഘടനയുടെ നേതാവാണ്. ഞങ്ങൾക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ല മലപ്പുറം ജില്ലയിൽ എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അദ്ദേഹം ഒരു മതത്തെ ഇകഴ്ത്തിയിട്ടില്ല, ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ കുറ്റം പറഞ്ഞിട്ടില്ല. എൻ്റെ സംഘടനയ്ക്ക്, ഞങ്ങളുടെ സംഘടനയ്ക്ക് അർഹമായ പരിഗണന എന്തുകൊണ്ട് ലഭിച്ചില്ല? കണക്കുകൾ നിരത്താം ഞാൻ. സംവാദത്തിന് തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യം, ആ ചോദ്യം, ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ പോലുമുള്ള ധൈര്യം ഈ മറുപക്ഷത്തുള്ളവർക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് സൺഡേ ഡിബേറ്റ് പറഞ്ഞു വെക്കുന്നത് വെള്ളാപ്പള്ളി പറഞ്ഞത് തന്നെയാണ് ശരി.